ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജലനിധി എന്നൊരു പ്രോഗ്രാം, അതായത് ഒരു സംരംഭം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ജലനിധിയിൽ വിവിധ പഞ്ചായത്തുകൾ ജോലി നേടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. PSC പരീക്ഷ ഇല്ലാതെ നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് ഈ ഒരു ജോലി നൽകുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, KRWSA മലപ്പുറം മേഖലാ കാര്യാലയത്തിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ ചാലിയാർ, ഊർങ്ങാട്ടിരി, വേങ്ങര, പറപ്പൂർ, ഒഴൂർ, തെന്നല, പെരുമണ്ണക്കാടി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ സമ്പൂർണ്ണ കവറേജിനു വേണ്ടി 755 രൂപ നിരക്കിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വളണ്ടിയർമാരെ നിയമിക്കുന്നു. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം KRWS മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ 9/3/2023 രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് അഥവാ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്കും അതാത് ഗ്രാമപഞ്ചായത്തുകൾ താമസമാക്കിയവർക്കും മുൻഗണന നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0483 27 38 566, 82 81 11 20 57 എന്നീ ഫോൺ നമ്പറുകൾ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. 755 രൂപയാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളണ്ടിയർമാർക്ക് ലഭിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു യോഗ്യത ഉള്ളവർ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമാണെങ്കിൽ ജലനിധിയിലാണ്. അപ്പോൾ നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. മാർച്ച് 9 ഈ മാസം 9 മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു വേക്കൻസിയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത്. ഓക്കെ. PSC പരീക്ഷ ഇല്ലാതെയാണ് നേരിട്ട് ഇൻ്റർവ്യൂ. കരാർ അടിസ്ഥാനത്തിലാണ്, ദിവസവേതനത്തിലാണ്. 755 രൂപയാണ് നിങ്ങൾക്ക് സാലറി സ്കെയിലിൽ ലഭിക്കുക. ജലജീവൻ മിഷനാണ് കവറേജിന് വേണ്ടിയിട്ടാണ്, സമ്പൂർണ്ണ കവറേജിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. താഴെ പറയുന്ന ആ ഒരു കാര്യാലയം മീൻസ് ഒരു പഞ്ചായത്തുകൾ ഞാൻ ഒന്നുകൂടി പറയാം: ചാലിയാർ, ഊർങ്ങാട്ടിരി, വേങ്ങര, പറപ്പൂർ, ഒഴൂർ, തെന്നല, പെരുമണ്ണക്ലാരി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചായത്തുകൾ താമസമാക്കിയവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.